So welcome to a brand new episode of AV Tiles and Sanitary. AV Tiles and Sanitary പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ലോഡ് വരുന്നുണ്ട്. സെറാബോൺ ടൈൽ അദസീവിൻ്റെ ഒരു പുതിയ ലോഡാണ് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒറിജിനലി പ്ലാൻ ചെയ്ത വീഡിയോ നമ്മൾ ഇത് ഇറക്കുന്നിടത്ത് തന്നെ നിന്നുകൊണ്ട് അതിൻ്റെ ഒരു റിവ്യൂ, അതായത് ഇതിനു മുമ്പ് നമ്മൾ സെറാബോണിൻ്റെ പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒന്നുകൂടെ ഒരു റിഫ്രഷിംഗ് കോഴ്സായിട്ട് അല്ലെങ്കിൽ റിഫ്രഷിംഗ് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഇറക്കുന്ന സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ട് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാവുന്നതായിരുന്നു. പക്ഷേ ഒരു ടെയിലൊരു ട്വിസ്റ്റ് വന്ന് ഇന്ന് രാവിലെ ഒരു വണ്ടി ഒരു ലോഡുമായിട്ട് കൊട്ടാരക്കര വരെ പോകണമായിരുന്നു. അത് പോകാൻ ഡ്രൈവേഴ്സ് ഇല്ലായിരുന്നു. ദൗത്യം നമ്മൾ തന്നെ ഏറ്റെടുത്തു. അങ്ങനെ ഈ ലോഡ് രാവിലെ ഒരു 7:30 മണിക്ക് ഇവിടുന്ന് പോയി ഡെലിവറി ചെയ്തിട്ട് ഇപ്പം വരുന്നതാണ്. സോ ഈ ലോഡ് നമുക്ക് വേണ്ടിയിട്ട് ഗോഡൗണിൽ കാത്തിരിക്കുന്നു. അപ്പം ഇന്ന് ഇതിനെ വെറും റിവ്യൂ ആക്കാതെ എന്തായാലും ഈ ഒരു വേഷം കെട്ടി എന്നാൽ ഇതിൻ്റെ കൂടെ റിവ്യൂയുടെ കൂടെ തന്നെ കേരളത്തിലെ ഒരു ശരാശരി ഒരു ചെറിയ കച്ചവടക്കാർ, അതായത് എന്നെപ്പോലെ ഉള്ള സാധാരണ കച്ചവടക്കാർ, ചെറിയ മൈക്രോ ബിസിനസ്സസ് നടത്തുന്നവരുടെ ദൈനംദിന പ്രശ്നങ്ങളെ കുറിച്ചുള്ള ഒരു ചെറിയൊരു അവലോകനവും കൂടെ ഇതിൻ്റെ കൂടെ നടത്താം എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും കാക്കിയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഇത് ഒരു ഡെയിലി, അതായത് നമ്മൾ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കാണുന്ന ബിസിനസ്മെൻ എന്ന് പറഞ്ഞാൽ റോൾസ് റോയ്സ് വാരിക്കൂട്ടുന്നു, പോർഷെ, BMW, ബെൻസ് എന്ന പോലെ കാറുകൾ മാറി മാറി ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ വർഷവും ഈ കാറുകൾ മേടിച്ച് കൂട്ടി അവരുടെ ടാക്സ് റിഡ്യൂസ് ചെയ്യുന്ന ബിസിനസ്മാനെ കുറിച്ചാണ് എല്ലാവരും കാണുന്നത്. അവരെയാണ് എല്ലാവരും പുകഴ്ത്തുന്നത്, അവരെ പോലെയാണ് എല്ലാവരും ആകാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റീസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഈ സിറ്റിയിൽ എനിക്ക് ഈ കച്ചവടം, എൻ്റെ ബിസിനസ് ഇന്ന് 26ാമത്തെ വർഷമാണ്. പക്ഷേ ഞങ്ങളുടെ സ്ട്രഗിൾസ് ഇന്നും തീർന്നിട്ടില്ല. സോ ഇത് ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഞങ്ങൾ ഇതുമായിട്ട് യൂസ്ഡ് ആയി കഴിഞ്ഞു. പക്ഷേ ലേറ്റ്ലി ഈ പ്രശ്നങ്ങൾ എന്നെ പോലുള്ള കച്ചവടക്കാർ, അതായത് ബ്രാൻഡഡ് ടൈൽസ് മാത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ബ്രാൻഡഡ് ടൈൽസ് ഏറ്റവും മിതമായ വിലയ്ക്ക് കൊടുത്ത് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം കച്ചവടക്കാർക്ക് ഇത് വളരെ ബുദ്ധിമുട്ടായി വരുവാണ്. കാരണം വേറൊന്നുമല്ല, ഈ കുറഞ്ഞ ടൈൽസായ 25 മുതൽ 30 രൂപയ്ക്ക് 4-2 വന്ന് മാർക്കറ്റിൽ ഫ്ലഡ് ചെയ്യുമ്പം ശരിക്കും നല്ല ഒരു ടൈലിൻ്റെ വില 38 മുതൽ മുകളിലോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതിന് താഴോട്ടുള്ള ടൈൽസിൻ്റെ മാർക്കറ്റ് ഞങ്ങളുടെ പോലുള്ള കച്ചവടക്കാരുടെ ലിക്വിഡിറ്റി അത് ഹേർട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് ഓൾ റൈറ്റ്. ഞങ്ങൾ അതുമായിട്ട് യൂസ്ഡ് ആണ്, ഞങ്ങൾ അതുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫൈറ്റിംഗ് സംതിങ് ദാറ്റ് വി ഹാവ് ലേൺ ടു എൻജോയ്. സോ ഇന്നിപ്പോൾ എൻ്റെ വീടിൻ്റെ യാർഡാണ് നിങ്ങൾ ഈ കാണുന്നത്, പുറകെ കാണുന്ന എൻ്റെ വീടാണ്. ആർക്കിടെക്ട് ദീപു ഭരതൻ, കൊല്ലത്തെ ഒരു വളരെ സുപ്രസിദ്ധമായ ഒരു ആർക്കിടെക്റ്റാണ്. അദ്ദേഹം എനിക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു വീടാണ്. ഏകദേശം 8-9 വർഷം ഞാൻ താമസിച്ച വീടാണ് ഈ കാണുന്നത്. ഏകദേശം 80 വർഷം പഴയ കെട്ടിടമാണ് അത്. സബ്സിക്വൻ്റ്ലി 3 പാർട്ടായിട്ട് ചെയ്ത വീടായിരുന്നു. അപ്പം ഇതാണ് ചെറിയ യാർഡിൽ വന്നുകൊണ്ട് ഇതങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്തതന്നേ ഉള്ളൂ. ഇത് കൂടാതെ തന്നെ എന്തായാലും നമ്മളിവിടെ നിൽക്കുമ്പം എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സംഭവം കൂടെ ഈ യാർഡിലുണ്ട്. അതും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം കോവിഡ് സമയത്ത് ഞാൻ നട്ട ഒരു കൊന്നമരമാണ്. അതിപ്പം 5 വർഷം കഴിഞ്ഞപ്പം ഇത് ഈ ഒരു ഷേപ്പായിട്ടുണ്ട്. ഒരു 2 ആഴ്ച മുമ്പാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തെങ്കിൽ ഇത് നിറഞ്ഞ് പൂത്തുലഞ്ഞ് കിടക്കുന്നത് നമുക്ക് വീഡിയോ കാണാമായിരുന്നു. ദിസ് ഈസ് ഇറ്റ്. അപ്പം നമുക്ക് നമ്മുടെ വണ്ടിയുടെ ലോഡ് ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട് ഗോഡൗണിൽ. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. ആക്ച്വൽ റിവ്യൂ സെറാബോൺ 28, സെറാബോൺ 27, സെറാബോൺ 26, 29 എല്ലാ ലോഡിലുണ്ട്. ഈ പ്രൊഡക്ട്സ് എന്താണ്, എവിടെ ഉപയോഗിക്കാം, എന്തിനു ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ റിവ്യൂയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് ജസ്റ്റ് ഒരു കോൾ ചെയ്യാം ഗോഡൗണിലേക്ക്, അവിടുത്തെ വിശേഷം ഒന്നറിയാൻ വേണ്ടിയിട്ട്. അനീഷേ, വണ്ടി വന്നോ ഇതിൻ്റെ പശയുടെ? എത്ര, 10 ടൺ അല്ലേ? 10 ടൺ. ഓക്കെ. നമ്മുടെ സുജിൻ വരത്തില്ലല്ലോ ഇന്ന്. അപ്പോൾ എത്ര പേരുണ്ട് മൊത്തം ഇറക്കാൻ? അടുത്താണ്. പക്ഷേ അപ്പം എന്തായാലും അത് പാടാണ്. 10 ടൺ ഇല്ലേ? അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊരു ബംഗാളിയും കൊണ്ട് അങ്ങോട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ വന്നിട്ട് തുടങ്ങിയാൽ മതി. ഓക്കെ. സോ ഗൈസ്, നമ്മുടെ പ്രശ്നങ്ങൾ ഡ്രൈവേഴ്സിൻ്റെ ഷോർട്ടേജിൽ തീരുന്നില്ല, ലേബർ ഷോർട്ടേജും ഉണ്ട്. 10 ടൺ വണ്ടി അവിടെ വന്ന് ഇപ്പോൾ ഉണ്ട്. ഇറക്കാൻ ആകെ 3 ലേബറുണ്ട്. 5 to 6 ലേബേഴ്സ് ഹോൾഡ് ചെയ്യുന്ന ഒരു കടയാണ്. പക്ഷേ ഇന്ന് 3 ലേബേഴ്സേ ഉള്ളൂ. സോ നമുക്ക് ഇന്ന് പുറത്തുനിന്ന് ഒരു ലേബറിന് വേണം, ഒരു ബംഗാളിയെ വേണം. പക്ഷെ അതൊക്കെ ചിലവുള്ള കാര്യങ്ങളാണ്. എന്തായാലും നമുക്ക് നോക്കാം എന്ത് ചെയ്യാൻ പറ്റുമോ. അപ്പം ഒരു ചെറിയ കച്ചവടക്കാരൻ്റെ പ്രശ്നങ്ങൾ തുടരുന്നു. രാവിലെ ഡ്രൈവർ വേഷം കഴിഞ്ഞു, ഇനി അടുത്ത ബംഗാളി വേഷം.
സോ എന്തായാലും നമ്മൾ ഇവിടെ നിൽക്കുവാണ്. ഇവിടെ നിൽക്കുമ്പം വീടിനെ കുറിച്ചും 2 വാക്ക് പറയാം. ഈ കാണുന്ന സിറ്റ് ഔട്ടിൽ കിടക്കുന്ന ഗ്രാനൈറ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം. ഇതിന്റെ പേര് ബ്ലൂ പേൾ എന്നാണ്. നോർവേ എന്ന് പറയുന്ന ഒരു സ്കാൻഡിനേവിയൻ കൺട്രിയിൽ നിന്ന് വരുന്ന ഒരു ഗ്രാനൈറ്റ് ആണ്. ലോകത്തിൽ തന്നെ ഏറ്റവും യുണീക്ക് ഗ്രാനൈറ്റ്സിൽ ഒന്നാണ്. ഇതിനകത്ത് അകത്ത് കിടക്കുന്ന ചിപ്സിന്റെ ഡയറക്ഷൻ അനുസരിച്ച് ആണ് ഇതിൻ്റെ തിളക്കവും ഇതിൻ്റെ മാറ്റും വിലയിരുത്തുന്നത്. സോ നമ്മുടെ നാട്ടിൽ ഇതിനോട് ഉപമിക്കാൻ പറ്റുന്ന ഒരു ഗ്രാനൈറ്റേ ഉള്ളൂ, അത് ഗാലക്സി ബ്ലാക്ക് ആണ്. സോ ഗാലക്സി ബ്ലാക്കിനകത്തും കല്ലിനകത്ത് കിടക്കുന്ന ക്രിസ്റ്റൽസിന്റെ ഷേപ്പ് വെച്ചാണ് അതിനെ വിലയിരുത്തുന്നത്. സോ ഹിയർ ഇറ്റ് ഈസ് ബ്ലൂ പേൾ, ഒരു വളരെ യുണീക്ക് ബ്ലൂ കളറാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ഗ്രാനൈറ്റ്സ്, മോസ്റ്റ് ലവ്ഡ് ഗ്രാനൈറ്റ്സ് ഇൻ ദ വേൾഡ്. ഈ വീട് ഞാൻ ഒരു 2017 ഒരു 7-8 വർഷം മുമ്പ് ഈ വീട് ചെയ്ത സമയത്ത് നമുക്ക് വിട്രോണൈറ്റ് സ്ലാബ്സ് ഇല്ലായിരുന്നു മാർക്കറ്റിൽ. അതുകൊണ്ടാണ് ഈ ഗ്രാനൈറ്റ് എടുക്കേണ്ടി വന്നത്. പക്ഷേ ആ സമയത്ത് വിട്രോണൈറ്റ് സ്ലാബ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി കജാരിയ വിട്രോണൈറ്റ് സ്ലാബ്സ് തന്നെ ഇവിടെ വീണേനെ. ബട്ട് എനിവേ ഇറ്റ്സ് എ ഡിലൈറ്റ് ടു വാച്ച് ദിസ് ഗ്രാനൈറ്റ്. ബ്ലൂ പേൾ, ബ്ലൂ പേളിൻ്റെ തന്നെ ഒരു സിസ്റ്റർ ഗ്രാനൈറ്റ് ഉണ്ട്, ഗ്രീൻ പേൾ, വിച്ച് ഈസ് ഈവൻ മോർ എക്സ്പെൻസീവ് ആൻഡ് ഈവൻ മോർ റെയർ ആൻഡ് യുണീക്ക്. സോ ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, വീടിൻ്റെ സിറ്റ് ഔട്ട് ചെയ്യുമ്പോൾ എപ്പോഴും സ്റ്റെപ്സ്, ഇത് 15 ഇഞ്ചസ് സ്റ്റെപ്സ് ആണ് 2 ചെയ്തേക്കുന്നത്. സോ കഴിവതും ഫ്രണ്ട് സ്റ്റെപ്സ് 10 ഇഞ്ച് ആക്കാതെ 12 ഇഞ്ചോ 12-നെക്കാട്ടിൽ കൂടുതലോ അപ് ടു 16-20 ഇഞ്ചസ് വരെ നിങ്ങൾക്ക് ആക്കാം. സ്റ്റെപ്സിൻ്റെ വീതി കൂടുന്നതനുസരിച്ച് പോർച്ചിൻ്റെ ഭംഗി കൂടാറുണ്ട്. ഇതാണ് ആർക്കിടെക്ട്സിൻ്റെ ഇൻപുട്ട്. സോ നേരത്തെ പറഞ്ഞ പോലെ ആർക്കിടെക്ട് ദീപു ഭരതനാണ് ഈ വീട് ചെയ്ത് വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത ഒരു വീടാണ്. നമുക്ക് വേറൊരു ദിവസം ഹൗസ് ടൂർ നമുക്ക് ചെയ്യാം. പക്ഷേ ഇന്ന് നമുക്ക് വേണ്ടി അവിടെ ഒരു ടൈൽ അദസീവിൻ്റെ വണ്ടി കാത്തിരിക്കുന്നു. ഒരു ലേബർ കുറവാണ്, ലേബർ ഇവിടെ റെഡിയാ, നമുക്ക് ഗോഡൗണിലേക്ക് പോകാം. സോ നമ്മുടെ ലോഡ് ഇവിടെ കിടക്കുന്നു. ഇതാണ് നമ്മൾ ഇന്ന് ഇറക്കാൻ പോകുന്നത്. നമ്മുടെ ഗോഡൗൺ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഓരോന്നോരോന്ന് തന്നാൽ മതി കേട്ടോ, നമുക്ക് 2 താങ്ങത്തില്ല. സോ ഗൈസ്, ഈ എടുക്കുന്നത് സെറാബോൺ 28 ആണ്. സെറാബോൺ 28 നമ്മൾ കണ്ട് ഇതിൻ്റെ ഇവിടെ C2TE അതായത് ടൈപ്പ് 2E C2TE പശയാണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ ഇത് കോമൺ ആണ്, ഏത് കമ്പനിയുടെ സാധനം എടുത്താലും ഈ സീല് അല്ലെങ്കിൽ ഇതിന്റെ ഗ്രേഡ് ഏതാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഈ മേളത്തെ പേര് ഇറലവൻ്റ്. ഇപ്പോൾ ഇത് സെറാബോൺ 28 ആണ്. സെറാബോൺ 28നെ കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പോൾ കേൾക്കാം. സോ ഗൈസ്, ഇതാണ് സെറാബോൺ 27. സെറാബോൺ 27 നിങ്ങൾ ഈ സീല് കണ്ടാണു. ഇത് ടൈപ്പ് 1T ആണ്. സോ ഇതിൻ്റെ ജനറൽ കാറ്റഗറി നെയിം C1T ആണ്. C1T പശയാണിത്. സോ C1T പശ നമ്മൾ ഇതാണ് എപ്പോഴും നോക്കേണ്ടത്. കമ്പനി മാറും, പക്ഷേ അതിൻ്റെ ഏത് ഗ്രേഡാണ് അത് നമ്മൾ അറിഞ്ഞിരിക്കണം, വെരി ഇമ്പോർട്ടൻറ്റ്. സോ കം ബാക്ക് ടു റിവ്യൂ. സെറാബോൺ 28 C2TE പശയാണ്. ശരിക്കും സെറാബോണ്ട് പോലത്തെ കമ്പനീസ്, അതായത് വലിയ ബ്രാൻഡ് അല്ലാത്ത കമ്പനീസ് ഈ പ്രൊഡക്റ്റും ആയിട്ട് ഇറങ്ങുന്നത് ഒരു സത്യം പറഞ്ഞാൽ ബിസിനസ്സിനപ്പുറത്ത് ഒരു സോഷ്യൽ സർവീസ് ആയിട്ട് വേണം നമുക്ക് കാണാം. കാരണം വേറൊന്നുമല്ല, വലിയ കമ്പനീസ്, കോർപ്പറേറ്റ്സ് ലൈക്ക് MYK ലാറ്റിഗ്രേറ്റ് ആയാലും റോഫ് ആയാലും ഇതൊക്കെ പിഡിലൈറ്റാണ് റോഫിൻ്റെ ഓണേഴ്സ്. MYK ലാറ്റിഗ്രേറ്റ് ഒരു വലിയ കമ്പനിയാണ്. MS ധോണിയൊക്കെ അവർ ബ്രാൻഡ് അംബാസഡറായിട്ട് യൂസ് ചെയ്യുന്നതാണ്. സോ അങ്ങനത്തെ കമ്പനീസ് C2T പശയ്ക്ക് ചാർജ് ചെയ്യുന്നതിനെക്കാട്ടിലും 30-40% താഴെയാണ് ശരിക്കും സെറാബോൺ 28 ചാർജ് ചെയ്യുന്നത്. സെറാബോൺ 28 അതായത് C2T പശ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സ്റ്റേണൽ ക്ലാഡിങ്, അതായത് വെയിൽ കൊള്ളുന്ന ഭാഗത്ത് നമുക്ക് ടൈൽസ് ഒട്ടിക്കണം, എലിവേഷൻ ടൈൽ ഒട്ടിക്കണം, അതിനുള്ള ഗ്രേഡാണ് C2TE. അപ്പം C2T പശ സെറാബോൺ 28 ഫേമസ് ആയത് നമ്മുടെ കുതിരാൻ ടണലിൻ്റെ മുമ്പിൽ, കുതിരാൻ ടണലിൻ്റെ മുഖത്ത് ദ്വാരത്ത് ലാറ്ററൈറ്റ് സ്റ്റോൺ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ലാറ്ററൈറ്റ് സ്റ്റോൺ ഒട്ടിച്ചേക്കുന്ന സെറാബോൺ 28 വെച്ചാണ്. അത് കമ്പനി സ്പോൺസർ ചെയ്തത്, അങ്ങനെ ചെയ്ത പ്രൊഡക്റ്റാണ്, അങ്ങനെ പേരെടുത്ത ഒരു ബ്രാൻഡാണ്. ഇന്ന് ഒട്ടിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു, അതിൽ നിന്നൊന്നും ഇളകി വീണിട്ടില്ല. സോ സെറാബോൺ 28 ഇസ് ഓൾവേസ് വി സപ്പോർട്ട് ദിസ് ബ്രാൻഡ്, വി സപ്പോർട്ട് ദിസ് കൈൻഡ് ഓഫ് ബഡിങ് ബ്രാൻഡ്സ്. അത് ഇതുവരെ വലിയ ബ്രാൻഡ് ആയിട്ടില്ല, പക്ഷേ ക്വാളിറ്റി മെറ്റീരിയൽ ഇറക്കി മാർക്കറ്റിൽ എസ്റ്റാബ്ലിഷ് ആവാൻ നോക്കുന്ന ബ്രാൻഡ്സ് ആണ്. സോ ദാറ്റ് ഈസ് സെറാബോൺ 28 ഫോർ യു. സോ ലെറ്റ്സ് continue with the unloading. So let's come back to the review again. Serabon 27. Serabon 27 ഇതിൻ്റെ കമ്പനിയുടെ ബ്രാൻഡ് നെയിമാണ്, സീരീസ് നെയിമാണ്. പക്ഷേ ആക്ച്വൽ കാറ്റഗറി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇറ്റ്സ് ടൈപ്പ് 1T അല്ലെങ്കിൽ C1T. ഇതാണ് ഇതിൻ്റെ ടൈപ്പ്. സോ C1T എന്തുവാ സിഗ്നിഫൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വാൾ ടൈൽ വിട്രിഫൈഡ് 4x2 നിങ്ങൾക്ക് ഭിത്തിയിൽ ഒട്ടിക്കണം. സോ 4x2 പോലത്തെ ടൈല് ഒരു 8 അടി ഹൈറ്റ് വരെ ഭിത്തിയിൽ ഒട്ടിക്കാൻ അബ്സല്യൂട്ട്ലി
പെർഫെക്റ്റ് പശയാണ്. ഇത് കൂടാതെ ടൈൽ ഓൺ ടൈൽ ആപ്ലിക്കേഷൻ, വീട്ടിൽ പഴയ ടൈല്, മൊസൈക്ക്, മാർബിൾ എന്തിൻ്റെങ്കിലും പുറത്ത് അടുത്ത ടൈൽ ഒട്ടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും C1T പശയുടെ ആവശ്യമുള്ളൂ. ഇപ്പോൾ 2 വീഡിയോ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളൊരു വിട്രിഫൈഡ് ടൈൽ, പോളിഷ് വിട്രിഫൈഡ് ടൈലിൻ്റെ പുറത്ത് വേറൊരു പോളിഷ് വിട്രിഫൈഡ് ടൈൽ ഒട്ടിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് നമ്മൾ ചെയ്തത് വെബർ നോവ വെച്ചാണ്. വെബർ നോവയും C1T പശയാണ്. പക്ഷേ പ്രൈസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ബാഗിൻ്റെ പുറത്ത് അപ്രോക്സിമേറ്റ്ലി ക്ലോസ് ടു 100 rupees ഡിഫറൻസ് പെർ ബാഗ്. അതാണ് ബ്രാൻഡും അൺബ്രാൻഡും തമ്മിലുള്ള വ്യത്യാസം. ബട്ട് നമ്മുടെ സ്പെക്ക് ബ്രാൻഡാണ്, നമ്മുടെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ബ്രാൻഡാണെങ്കിൽ ഡെഫിനറ്റ്ലി ബ്രാൻഡ് തന്നെ എടുക്കണം. പക്ഷേ നിങ്ങളുടെ ബഡ്ജറ്റ് അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ കോൺട്രാക്ടർ ടേൺകി പ്രോജക്ട്സാണ് ചെയ്യുന്നെങ്കിൽ യു ക്യാൻ ട്രസ്റ്റ് Serabond 27 absolutely for tile on tile application and wall tile application, vitrified tile wall tile application up to 8 feet. So that is Serabond 27 for you. Another review, Serabond 26. Now Serabond 26 മുമ്പേ നിങ്ങൾ കാറ്റഗറി പേര് നോക്കി കാണും C1 എഴുതിയേക്കുന്നത്. അപ്പോൾ C1 എന്തുവാ സിഗ്നിഫൈ ചെയ്യുന്നത് വെച്ചാൽ ഒട്ടിക്കുന്നത് സിറാമിക് ടൈൽ. അതായത് നമ്മുടെ ഇപ്പം തന്നെ നമ്മുടെ കടയിൽ ഡിസ്കൗണ്ടിൽ കജാരിയുടെ പഴയ 18-12 സൈസ് 2:1 80-40 15-10 സൈസൊക്കെ വാൾ ടൈൽസ് ഇപ്പം നല്ല ഡിസ്കൗണ്ട് അവൈലബിൾ ആണ്, ത്രോ അവേ പ്രൈസിന് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ ടൈൽസ് നമ്മൾ വാൾ ആപ്ലിക്കേഷൻ ചെയ്യുമ്പം സിറാമിക് ടൈൽസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് C1. ഇനി വിട്രിഫൈഡ് ടൈൽസിന് C1 ഉപയോഗിക്കാം. പക്ഷേ അത് എവിടെയാണെന്ന് വെച്ചാൽ സ്ക്രീഡ് ഫ്ലോർ, അതായത് പ്ലാസ്റ്റർ ചെയ്ത് ഫ്രഷ് പ്ലാസ്റ്റർ ചെയ്ത ഫ്ലോറിൻ്റെ പുറത്ത് നിങ്ങൾ വിട്രിഫൈഡ് ടൈൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് C1T ആയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. അല്ല C1 അദസീവായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സീരീസ് നെയിം Serabond 26. വെരി ചീപ്പ് ബട്ട് ഡാം ടഫ്. ഇന്ന് ബംഗാളിയായിട്ട് വേഷം കെട്ടിയപ്പോൾ ഒരു പാട്ട്, നമ്മുടെ കരിക്ക് എന്ന് പറഞ്ഞ ഒരു ടെലി സീരീസിലെ പാട്ടാണ് ഇപ്പോൾ എങ്ങനെ എനിക്കിപ്പോൾ ഓർമ്മ വന്ന്. പണവും പ്രതാപവും നമുക്കെന്തിനാ, നമുക്ക് ഗോഡൗൺ ഉണ്ടല്ലോ, ഗോഡൗണിൽ ലോഡുണ്ടല്ലോ, വാ വാ സിമൻ്റെ വാ സിമെൻറ്റിൻ്റെ പൊടിയേ വാ. ചിരി അനീഷിന് ചിരി. പണവും പ്രതാപവും നമുക്കെന്തിനാ, സൈറ്റുണ്ടല്ലോ സൈറ്റിൽ പണിയുണ്ടല്ലോ, വാ വാ സിമന്റിന്റെ പൊടിയാവാ. സോ ഗൈസ്, നമ്മുടെ ലോഡ് ഏകദേശം തീരാറായി. ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് കടയിൽ ചെന്നിട്ട് കൂലി മേടിക്കണം. ഇല്ല പ്രശാന്ത, ഇനി കൂലി മേടിക്കണ്ടേ, പോയി കടയിൽ മേടിക്കണം. സോ ഗൈസ്, നമ്മുടെ ഗോഡൗണിലെ വർക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ഷോറൂമിലേക്ക് പോകാം. കൂലി എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ. കുമാരണ്ണ ചിരി, എന്താ ചിരി? ബംഗാളി ജോലി ചെയ്ത് വന്നാൽ കൂലിയായിരുന്നു, ചിരിച്ചോണ്ടിരുന്നിട്ട് കാര്യമാണ്. പൈസ തന്നാൽ എനിക്കങ്ങ് പോവാ. ബംഗാളിക്ക് എത്ര കൊടുക്കുന്നത് നിങ്ങൾ നോർമലി ഒരു ദിവസം പണിയെടുത്താ? എന്ത് ഇത്രയും ചിരിക്കാൻ? ചേടാ മാനേജർ പറയട്ടെ എത്ര കൊടുക്കുമ്പോൾ? 500 രൂപയ്ക്ക് 1000 രൂപ കുറഞ്ഞ് ഏതെങ്കിലും ബംഗാളി വരുവാ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ ലോഡ് ഇറക്കിയതിന് 600 രൂപ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പോട്ടെ, ലേ മുതലാളി രൂപത്തിൽ നമുക്ക് തിരിച്ചു വരാം, അന്നേരം കാണാം. സോ ഗൈസ്, ലേ മുതലാളി വേഷത്തിൽ വീണ്ടും നമ്മൾ കടയിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെ സംരംഭം നടത്തുന്നവർക്ക് ഡെഫിനറ്റ്ലി ഇതിനകത്ത് എന്തെങ്കിലും ഐഡന്റിഫൈ ചെയ്യാനുള്ള എലമെന്റ്സ് ഈ വീഡിയോയിൽ കാണുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇനി സംരംഭങ്ങൾ തുടങ്ങാൻ നിൽക്കുന്ന ചെറുപ്പക്കാരോടും എനിക്ക് പറയാനുള്ള ഇതാണ്, നിങ്ങൾ എന്ത് സംരംഭം തുടങ്ങിയാലും എല്ലാ ജോലിയും ചെയ്യാൻ റെഡി ആയിട്ടുള്ള മനസ്സ് വെച്ചുകൊണ്ട് വേണം എന്തൊരു സംരംഭവും തുടങ്ങാൻ വേണ്ടിയിട്ട്. സോ വീണ്ടും നമ്മൾ ഷോറൂമിലാണ്. ഞാൻ ഈ ഷോറൂമിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്പേസിലാണ് നിൽക്കുന്നത്, 6x4 ഡിസ്പ്ലേ ചെയ്തേക്കുന്ന സ്പേസിൽ. അപ്പം ഈ പ്രാവശ്യം 6x4 കുറിച്ച് ഏറ്റവും നല്ല ഒരു ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് കേരളത്തിൽ 6x4 8mm തിക്നെസ് ഉള്ള ഡിജിറ്റൽ ടൈൽസിനെ കാട്ടിലും കൂടുതലല്ലെങ്കിലും ഏകദേശം അതേ അനുപാതത്തിൽ, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് അതേ അനുപാതത്തിൽ ഇപ്പം 15mm തിക്നെസ് ഉള്ള 6x4 സെയിലുണ്ട്. അത് ഭയങ്കര എൻകറേജിങ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. കാരണം 6x4 9mm സൈസിൽ ബിലോ 100 rupees തന്നെ പോകുമോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന അതേ മാർക്കറ്റിൽ ഇന്ന് മാർക്കറ്റ് 150 to 170 to 200 rupees റേഞ്ചിലുള്ള 15mm തിക്നെസ്സിൻ്റെ മെറ്റീരിയലിന് നല്ല സെയിലുണ്ട്. സോ ഡെഫിനറ്റ്ലി 6x4 ഒരു ബ്യൂട്ടിഫുൾ സൈസാണ്. നിങ്ങളുടെ വീട് പുതിയ വീടാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഓപ്റ്റ് ചെയ്യേണ്ട സൈസാണ്. ആൻഡ് ഇതിനകത്ത് വരുന്ന വെറൈറ്റീസ്, ഇതിനകത്ത് കമ്പനീസ് കൊണ്ടുവരുന്ന ക്വാളിറ്റി, ഫോർ എക്സാമ്പിൾ 6x4 ഒരു വർക്ക് ചെയ്യുമ്പോൾ കമ്പനി അതിനകത്ത് ഉപയോഗിക്കുന്ന ഇങ്ക്, അതിനകത്ത് ഉപയോഗിക്കുന്ന ബോഡിക്കകത്തുള്ള കോമ്പണൻസ് ലൈക്ക് വെരി എക്സ്പെൻസീവ് കോമ്പണൻസ് ലൈക്ക് ഫെൽസ്പാർ എന്ന് പറയുന്ന കെമിക്കൽസ്. അപ്പോൾ അതൊക്കെ കമ്പനി ഒരു മടിയില്ലാതെ പിശുക്കും ഇല്ലാതാണ് അവർ അതിനകത്ത് ഉപയോഗിക്കുന്നത്.
എപ്പോഴും 6x4-നകത്തായിരിക്കും ഏറ്റവും നല്ല ഇന്നോവേഷൻസ് വരുന്നത്. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ബോൾഡ് സീരീസ് ആണ് കജാരി എറ്റർണിറ്റിയുടെ. ബ്യൂട്ടിഫുൾ ടൈലാണ്, ബ്യൂട്ടിഫുൾ ഫിനിഷ് ആണ്. അപ്പം ഇതുപോലത്തെ ഇന്നോവേഷൻസ്, നല്ല ക്വാളിറ്റി മെറ്റീരിയൽ എല്ലാം വരുന്നത് 6x4-ലാണ്. എന്ന് പറഞ്ഞ് താഴോട്ടുള്ള സൈസുകൾ മോശമെന്നല്ല, പക്ഷേ പ്രോഗ്രസീവ് സൈസ് 6x4 ആണ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ഐ ഹോപ്പ് ഈ ഒരു ലൈറ്റ് ഹാർട്ടഡ് വീഡിയോ, ഞങ്ങൾ നോർമലി ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാറില്ല, ബട്ട് ഞങ്ങൾ ഇച്ചിരി ഔട്ട് ഓഫ് ദ വേ പോയി ഒരു ലൈറ്റ് ഹാർട്ടഡ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു, അത് ചെയ്തു. ഐ ഹോപ്പ് യു വിൽ ലൈക്ക് ഇറ്റ്. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഞങ്ങൾ കാത്തിരിക്കും. ഇനിയും ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ.